കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2024-ലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രേഡ് ഡിസ്പ്യൂട്ട്? ട്രേഡ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കം. എന്താണ് ട്രേഡ് ഡിസ്പ്യൂട്ട്? ട്രേഡ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസും എംപ്ലോയേഴ്സും, പണിക്കാരും മാനേജ്മെൻറ്റിലുള്ളവരും തമ്മിലുള്ള തർക്കങ്ങൾ, ഡിസഗ്രീമെൻറ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്, എന്തിനെക്കുറിച്ചിട്ട്? എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചിട്ടോ ജോലിയെക്കുറിച്ചിട്ടോ അവിടെയുള്ള വർക്കിംഗ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ടേംസ് ഓഫ് വർക്ക്. അപ്പോൾ ട്രേഡ് ഡിസ്പ്യൂട്ട് ഇസ് എ ഡിസഗ്രിമെൻറ്റ് ഓർ കോൺഫ്ലിക്റ്റ് ദാറ്റ് അറൈസസ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് റിഗാർഡിംഗ് എംപ്ലോയ്മെൻറ്റ്, വർക്കിംഗ് കണ്ടീഷൻ or the terms of work. It can involve a single employer and an employee or a group of employees. എങ്ങനെ വേണമെങ്കിലാവാം. ഒരാൾ തമ്മിലുള്ള തർക്കമാവാം, അല്ലെങ്കിൽ കുറേ അധികം ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് തമ്മിലുള്ള തർക്കമാവാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് എംപ്ലോയി ഡിസിപ്ലിൻ? അതായത് തൊഴിലാളി അച്ചടക്കം എന്നതാണ് അതിൻ്റെ അർത്ഥം. എംപ്ലോയി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരുടെ പെരുമാറ്റമോ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവർ ശരിയായ ദിശയിലേക്ക് നമുക്ക് നയിക്കാനും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നിയമങ്ങളും നടപടിക്രമങ്ങളുമാണ്. ഓക്കെ, ജീവനക്കാരാണെങ്കിൽ കമ്പനിയുടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും, പിന്നെ അതേപോലെ തന്നെ അവിടെ തൊഴിൽ അന്തരീക്ഷം നല്ല ക്രമമായിട്ടുള്ള നല്ല ചിട്ടയോടുകൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും വേണം. അതൊക്കെ ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എന്തിൻ്റെ? എംപ്ലോയി ഡിസിപ്ലിൻ്റെ ലക്ഷ്യം. എംപ്ലോയി ഡിസിപ്ലിൻ refers to the system and actions an employer takes to manage and regulate employee behavior. It ensures employees follow company rules, policies and standards, and it can range from informal warnings to formal actions like suspensions or terminations. ഇനി അടുത്തതാണ്, വാട്ട് ഈസ് ടീം ഡൈനാമിക്സ്? എന്താണ് ടീം ഡൈനാമിക്സ്? ടീം ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടീം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഉള്ളിലത്തെ അംഗങ്ങളുണ്ടല്ലോ, ഈ ടീമിലുള്ള അംഗങ്ങൾ അവർ തമ്മിലുള്ള ആശയവിനിമയം, അതായത് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെ സഹകരിക്കുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ഇതിനൊക്കെ സ്വാധീനിക്കുന്ന ശക്തികളെ അല്ലെങ്കിൽ അതിൻ്റെ ഇടപെടലുകളെയാണ് ഈ ടീം ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കഥ പോലെ പറഞ്ഞു പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബേക്കറി ആലോചിക്കുക. അവിടെ 3-4 വർക്കേഴ്സ് ഉണ്ട്. പ്രിയ ഉണ്ട്, ആനന്ദ് ഉണ്ട്, വിവേക് ഉണ്ട്. അപ്പോൾ പ്രിയ ആണ് ബേക്ക് ചെയ്യണ ഹെഡ് ബേക്കർ. ആനന്ദാണെങ്കിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. വിവേക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പുതിയ മെമ്പറാണ്. അപ്പം ആദ്യമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ആ ബേക്കറി മുന്നോട്ട് പോയി. പിന്നെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. പ്രിയക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനായി, ഒന്നും ശരിയാവണില്ല. ആനന്ദാണെങ്കിൽ ഈ പ്ലാനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. വിവേകാണെങ്കിൽ എന്താ പറയുക, ഒരു ഇതിലൊന്നും പെടാണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണങ്ങളോ ഒന്നുമില്ല. ഇതിനാണ് പറയുക ഒരു പുവർ ടീം ഡൈനാമിക്സ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് വേറൊരാൾ സതീഷ് വരാണ്. സതീഷ് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ അവിടെ ആ ടീം ഡൈനാമിക്സ് എന്താണ്? വളരെ സ്ട്രോങ് ആവാണ്. ഇതാണ് ഒരു ടീം ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കൗട്ട് ആൻഡ് ഗറാവോ. ഓക്കെ, ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു കഥ പോലെ നോക്കാം. ഒരു ഗാർമെൻറ്റ് ഷോപ്പ്, ഓക്കെ, ശാന്തി ഗാർമെൻറ്റ്സ്. ഓക്കെ, അവിടെ വലിയൊരു ഗാർമെൻറ്റ് ഷോപ്പാണ്, കുറേ വർക്കേഴ്സ് ഉണ്ട്, എല്ലാം അടിപൊളിയായിട്ട് നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവിടുത്തെ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആൾ പറയുന്നത്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു 20% ഞങ്ങളുടെ ശമ്പളം വർദ്ധിച്ച് തരുമെന്ന് പറയുകയാണ്. അപ്പോൾ ഫാക്ടറി ഓണർ സതീഷ് വന്നിട്ട് പറയുകയാണ്, 20% എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്, ഇവിടെ ലാഭമൊന്നും കിട്ടില്ല, ഒരു 5% വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്ത് തരാമെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ ഓഫർ നിരസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഗറാവോ എന്നുള്ള സംഭവം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ സതീഷ് വരികയാണ്, ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, അവിടെയുള്ള പണിക്കാരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സതീഷ് ഓണറിൻ്റെ കാറിന് ചുറ്റും നിന്നിട്ട് സിന്ദാബാദ് വിളിക്കണ്. എന്നിട്ട് പറയണ, ഇനി അകത്ത് കയറാൻ സമ്മതിക്കില്ല, ഞങ്ങളുടെ ഡിമാൻഡൊന്നും സ്വീകരിക്കാണ്ട് ഇനി അകത്ത് കയറാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫോഴ്സായിട്ടുള്ളൊരു ഡിസിഷൻ എടുപ്പിക്കുക, അതായത് ഒരു ഫോം ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറയാം. ഇതിനെയാണ് ഇമ്മീഡിയറ്റ് പ്രഷർ മേത്തിടുക, അരമേത്ത് അതോറിറ്റിയുടെ മേത്തിടുക. അപ്പോൾ എ ഗറാവോ ഇസ് വെൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, യൂഷ്വലി എംപ്ലോയീസ്, ഫിസിക്കലി സറൗണ്ട്സ് എ മാനേജർ ഓർ എൻ ഒഫീഷ്യൽ ടു ഫോഴ്സ് ദം ടു അഗ്രി ടു ദർ ഡിമാൻഡ്സ്. ഇതാണ് ഗറാവോ. ഇനി ലോക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ശേഷം സതീഷ് എന്ത് ചെയ്യാണ്, സതീഷ് ഫാക്ടറിയുടെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്, ഒട്ടിച്ച് വെക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഫാക്ടറി ഞാൻ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ പൂട്ടിയിടാൻ പോവുകയാണ്. അപ്പോൾ ഇനി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ലോക്കൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് വെൻ എൻ എംപ്ലോയർ ടെമ്പററിലി ക്ലോസസ് ഡൗൺ എ വർക്ക് പ്ലേസ് ഓർ സസ്പെൻസ് വർക്ക് ടു പ്രഷർ എംപ്ലോയീസ് ഇൻ ടു ആക്സെപ്റ്റിംഗ് ദെയർ ഡിമാൻഡ്സ്. ഇതാണ് ലോക്കൗട്ടും ഗറാവും. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മിനിമം വേജസ്? എന്താണ് മിനിമം വേജസ്?
അതായത് മിനിമം വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ ഒരു മാസത്തിന് നിയമപരമായിട്ട് ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ശമ്പളം, വേതനം, വേജസ്, ഓക്കെ, അതാണ് ഈ മിനിമം വേജസ്. അപ്പോൾ ഈ വർക്കറിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഇല്ലേ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നടക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ തന്നെ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആണ് ഇത് നിശ്ചയിക്കുന്നത് ഈ മിനിമം വേജസ് എത്ര ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ മിനിമം വേജസ് ആർ ദി ലോവസ്റ്റ് എമൗണ്ട് ഓഫ് പേ പെർ അവർ അല്ലെങ്കിൽ ഡേ ഓർ മന്ത് ദാറ്റ് എംപ്ലോയേഴ്സ് ആർ ലീഗലി റിക്വയർഡ് ടു പേ ദെയർ വർക്കേഴ്സ്. ഇറ്റ് ഈസ് സെറ്റ് ബൈ ദി ഗവൺമെൻറ് ടു എൻഷുർ വർക്കേഴ്സ് ക്യാൻ മീറ്റ് ദെയർ ബേസിക് നീഡ്സ് ആൻഡ് ടു പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇനി അടുത്തതാണ് നോട്ട് ഓൺ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ്. എന്താണ്? തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രത്യേക കോടതിയാണ് ഈ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ്. അതായത് ഈ വർക്കേഴ്സിന് എന്ത് ചെയ്യുക, വെറുതെ തെറ്റായിട്ട് വെറുതെ പിരിച്ചുവിടുക, അനീതി കാണിക്കുക, അതേപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിലുള്ള തർക്കങ്ങൾ, ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വേഗം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ് ഉള്ളത്. ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ് ആർ സ്പെഷ്യലൈസ്ഡ് കോർട്സ് ഓർ ജുഡീഷ്യൽ ബോഡീസ് എസ്റ്റാബ്ലിഷ്ഡ് ടു റിസോൾവ് ലേബർ ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ ആൻഡ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ദേ പ്രൊവൈഡ് എ ക്വിക്ക് and formal way to settle issues like wrongful termination, unfair labor practices and disputes over wages and working conditions. ഇനി അടുത്തതാണ് വാട്ട് ഈസ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ. അതായത് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് പരിക്ക് പറ്റൂലേ വർക്കേഴ്സിന്, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരെ, അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തൊഴിലാളിക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിനെയാണ് എന്തെന്ന് വർക്ക്മെൻസ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ചികിത്സാ ചെലവുകൾ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ശമ്പളം, അല്ലെങ്കിൽ ഇനി വന്നിട്ട് വൈകല്യം വരുന്നതായിരിക്കും അവിടെ നിന്ന് വെച്ചിട്ടൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതൊക്കെ കിട്ടും. അപ്പോൾ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ദാറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ് ഹു ആർ ഇൻഷുർഡ് or become ill as direct result of their job. It covers medical expenses, lost wages and disability benefits, and it protects both the employer and the employee. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ജോഹറി വിൻഡോ. എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് പറയാനായിട്ട് ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. ഒരു കമ്പനിയിൽ റോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ജോയിൻ ചെയ്യാണ്. അദ്ദേഹം മാർക്കറ്റിംഗ് ടീമിൽ ജോയിൻ ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ ടീം ലീഡർ സാറയാണ്. സാർ അപ്പോൾ റോഹൻ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ റോഹൻ്റെ അടുത്ത് പല കാര്യങ്ങളും ക്രിയേറ്റീവായിട്ടുണ്ട്, പലതും നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾക്ക് കുറച്ച് മടിയുണ്ട് ഒന്ന് ഐഡിയാസൊക്കെ ഒന്ന് പറയാനായിട്ട്, ഒരു നാണം കുണുങ്ങി പോലെ. അപ്പോൾ ഇവിടെയാണ് ജോഹരി വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ്? ഒരു സൈക്കോളജിക്കൽ മോഡൽ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ ഏരിയ. അതായത് ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ നോൺ ടു സെൽഫ് ആൻഡ് അതേഴ്സ്, സ്വന്തത്തിലും അറിയാം മറ്റുള്ളവർക്കും അറിയാം. എന്താണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രോഹൻ വളരെയധികം ക്രിയേറ്റീവാണ്, കാര്യങ്ങൾ ചെയ്യാനും ക്യാമ്പയിൻ ഉണ്ടാക്കാനും, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് ആയിട്ടൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കോംപ്ലിമെൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് പറയുക ഓപ്പൺ ഏരിയ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ചെയ്യുക, എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ കഴിവുകളും അറിയുക, അദ്ദേഹത്തിന് അതായത് റോഹനും സ്വന്തത്തിൽ അറിയാൻ എനിക്ക് ഇത്തരത്തിലുള്ള കഴിവുണ്ടെന്ന്. ഇതാണ് ഫസ്റ്റത്തെ ക്വാഡ്രൻറ്റ്, ഓപ്പൺ ഏരിയ. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്താ? ബ്ലൈൻഡ് ഏരിയ. അതായത് അൺനോൺ ടു സെൽഫ്, സ്വന്തത്തിൽ അറിയൂല പക്ഷെ മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റോഹൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഓഫീസിൽ സാറ പെട്ടെന്ന് നോക്കുമ്പോൾ റോഹന് ഒരു സ്വഭാവം ഉണ്ട്, എന്ത്? നഖം കടിക്കുന്ന ഒരു സ്വഭാവം, അയാൾക്ക് സ്ട്രെസ്സ് വരുമ്പോഴൊക്കെ. അപ്പോൾ പക്ഷേ റോഹൻ ഇതറിയണില്ല, ഇത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. റോഹൻ ഇത് അറിയാണ്ട് പോവുകയാണ്. ഇതിനാണ് പറയുക ബ്ലൈൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു ടീംമേറ്റ് എന്താ ചെയ്യുക? റോഹൻ്റെ അടുത്ത് പോയി പറയുന്നത് ഇങ്ങനൊരു കാര്യം ഉണ്ട് കേട്ടോ, നീ അറിയണില്ല എന്നുള്ളത്. അപ്പോൾ അൺനോൺ ടു സെൽഫ്, നോൺ ടു അതേഴ്സ് ആണ് ബ്ലൈൻഡ് ഏരിയ. ഇനി തേർഡ് ക്വാഡ്രൻ്റ് എന്താ? ഹിഡൻ ഏരിയ. അതായത് നോൺ ടു സെൽഫ്, സ്വന്തത്തിൽ അറിയാം പക്ഷെ മറ്റുള്ളവർക്ക് ആ കാര്യം അറിയില്ല. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഉച്ചക്ക് റോഹൻ എന്ത് ചെയ്യാണ്? റോഹൻ എല്ലാവരും കൂട്ടത്തിലിരിക്കുമ്പോൾ റോഹൻ ഒരു നല്ലൊരു അടിപൊളി പാട്ട് പാടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര അതിശയിപ്പോൾ, റോഹൻ ഈ കഴിവുമുണ്ടോ എന്നുള്ളത്. അങ്ങനെ റോഹൻ പറയുകയാണ് എനിക്ക് മ്യൂസിക്കിനോടുള്ള ഇഷ്ടങ്ങളും അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിവരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് ഒരു തേർഡ് ക്വാഡ്രൻ്റ് ആയിട്ട് പറയുന്നത് ഹിഡൻ ഏരിയ. അതായത് സ്വന്തത്തിൽ ഈ കഴിവൊക്കെ ഉണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് ഇത് അറിയില്ല. ഇനി ഫോർത്ത് ക്വാഡ്രൻ്റ് എന്താ? അൺനോൺ ടു സെൽഫ് ആൻഡ് അൺനോൺ ടു അതേഴ്സ്, സ്വന്തത്തിലും അറിയില്ല മറ്റുള്ളവർക്കും അറിയില്ല. അതെന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് റോഹൻ്റെ കമ്പനിയിൽ ഒരു വലിയൊരു പ്രൊജക്റ്റ് വരാണ്, എല്ലാ ടീമും ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാണ്, ഭയങ്കര പ്രഷറിൽ. ഇതിനിടയിലാണ് റോഹൻ എല്ലാവരും സർപ്രൈസ് ചെയ്തുകൊണ്ട് വളരെയധികം പ്രൊജക്റ്റിനെ വലിയൊരു ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യാണ്. അപ്പോൾ റോഹന് തന്നെ സ്വന്തത്തിൽ അറിയില്ല ഇത് ഇത്രയും വലിയൊരു സ്കില്ല് റോഹൻ്റെ കയ്യിലുണ്ടെന്ന്, അതേപോലെ തന്നെ മറ്റുള്ളവർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ക്വാഡ്രൻ്റാണ് അൺനോൺ ഏരിയ.
ഇതെന്തിനവിടെ പറഞ്ഞത്, അതായത് റോഹൻ്റെ ഈ ടീംമേറ്റ്സ് ആയിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഇത് വളരെയധികം സ്ട്രോങ് ആയി. ഇത്തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് എന്ത് ചെയ്യണത്, ഒരു ജോഹരി വിൻഡോ ത്രൂ ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, Johari window is a psychological model used to help people understand their relationship with themselves and others. It divides personal awareness into 4 quadrants: open, blind, hidden and unknown. അടുത്തതാണ് വാട്ട് ഈസ് ട്രിപ്പാർട്ടിസം. ട്രിപ്പാർട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ, തൊഴിലുടമകൾ, തൊഴിലാളികൾ, ഇവരെല്ലാവരുടെയും പ്രതിനിധികൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാമൂഹിക സാമ്പത്തിക നയങ്ങൾ, അതായത് ഇവർക്ക് വരുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്ന പ്രശ്നങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനത്തെയാണ് ട്രിപ്പാർട്ടിസം എന്ന് പറയുന്നത്. അവർക്ക് ശമ്പളം പോരാട്ടോ എന്നുള്ള ഒരു പ്രതിനിധി വന്ന് പറയുകയാണ്, അപ്പോൾ ഇവരും ഓക്കെ നമുക്ക് കൂട്ടാം, അങ്ങനെ അത്തരത്തിലുള്ള ചർച്ചയൊക്കെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രിപ്പാർട്ടിസം എന്ന് പറയുന്നത്. Tripartism is a system where representatives from 3 groups: government, employers and employees, they come together to discuss and make decisions on social and economic policies, particularly those related to labor and industrial relations. It's a cooperative approach to problem solving. ഇനി അടുത്തത്, what is labor turnover? ഓക്കെ, ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് ജീവനക്കാർ ജോലി ഇട്ടിട്ട് പോകൂലേ, പിന്നെ അതേപോലെ തന്നെ പുതിയ ആളുകൾ വന്ന് ജോയിൻ ചെയ്യൂലേ, അതിൻ്റെ ഒരു നിരക്ക്, റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് എംപ്ലോയീസ് ലീവ് എ കമ്പനി ആൻഡ് ആർ റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺസ്. ഇറ്റ് ഈസ് ഓഫൺ എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ആൻഡ് ക്യാൻ ബി എ സൈൻ ഓഫ് കമ്പനീസ് സ്റ്റെബിലിറ്റി ഓർ റിഫ്ലക്ഷൻ ഓഫ് പ്രോബ്ലംസ് വിത്ത് മാനേജ്മെൻറ്റ്, വർക്കിംഗ് കണ്ടീഷൻസ് ഓർ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ എന്തിൻ്റെ ബേസിലാണ് ഇവർ ഇട്ടിട്ട് പോണത്? ചിലപ്പോൾ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് മോശമാവാം, അവിടുത്തെ മാനേജ്മെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അവിടെ ഒരു തൃപ്തി ഇല്ല, അതൃപ്തി. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണം കൊണ്ടാണ് ലേബർ ടേൺ ഓവർ സംഭവിക്കുക. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്. അതായത് ഒരു കമ്പനിക്കുള്ളിൽ ജീവനക്കാരുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, അതേപോലെ തന്നെ അവിടെയുള്ള അധികാരം, കമ്പനിയുടെ സാഹചര്യങ്ങളായിട്ട് ഇവരെങ്ങനെ പൊരുത്തപ്പെടുന്നു, ഇതിനൊക്കെ സ്വാധീനിക്കുന്ന ഒരു ശക്തികളില്ലേ, അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു പെരുമാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്. ഇറ്റ് ഈസ് ദ ഫോഴ്സസ് ആൻഡ് ബിഹേവിയേഴ്സ് വിതിൻ ദ കമ്പനി ദാറ്റ് ഇൻഫ്ലുവൻസ് ഹൗ ഇറ്റ് ഫങ്ഷൻസ് and changes over time. It includes how employees interact, how power is distributed, how the company adapts to new challenges and opportunities. ഇനി അടുത്തതാണ് വാട്ട് ഈസ് മെൻ ബൈ കോൺസീലിയേഷൻ. കോൺസീലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് തമ്മിൽ ഈ കമ്പനിയിൽ തർക്കങ്ങൾ വരൂലേ, അപ്പോൾ അവിടെ ഒരു മൂന്നാമതൊരാൾ വരാണ് കോൺസിലിയേറ്റർ. 2 പേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമൊക്കെ എളുപ്പമാക്കി ഒരു ഒത്തുതീർപ്പ് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ഒരു കാര്യത്തിനാണ്, ഒരു പ്രോസസ്സിനെയാണ് കോൺസീലിയേഷൻ എന്ന് പറയുന്നത്. കോൺസീലിയേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് എ ന്യൂട്രൽ തേർഡ് പാർട്ടി കോൾഡ് കോൺസീലിയേറ്റർ ഹെൽപ്സ് റിസോൾവ് എ ഡിസ്പ്യൂട്ട്, തർക്കം, ബിറ്റ്വീൻ 2 or more parties. The conciliator meets with both sides to facilitate communication, explore options and guide them towards a voluntary agreement. ഇനി അടുത്തതാണ് ഹൂ ആർ ഷോപ്പ് സ്റ്റുവേർഡ്സ്. ആരാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോപ്പ് സ്റ്റുവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ തൊഴിലാളി യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, അതായത് അവർ ഒരു പ്രതിനിധിനെ തിരഞ്ഞെടുക്കുകയാണ്. ഇവരെന്താ ചെയ്യുക, ഈ തൊഴിലാളി യൂണിയനും തമ്മിലുള്ള ഒരു കണ്ണിയായിട്ട് ഇവരിങ്ങനെ നിൽക്കണം. ആരായിട്ട്? തൊഴിലുടമ, അതായത് മാനേജ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ തൊഴിലാളികളായിട്ടോ അതിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാൻ വേണ്ടി നിൽക്കുന്ന അവരെയാണ് ഷോപ്പ് സ്റ്റുവേർഡ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ് നടത്താണ്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ്? അതായത് ഇവർ ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിനിധി, റെപ്രസെൻറ്റേറ്റീവിനെയാണ് എന്തെന്ന് പറയുന്നത് ഷോപ്പ് സ്റ്റുവേർഡ്സ്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് കളക്റ്റീവ് ബാർഗെയിനിങ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ ഒരു കൂട്ടോ അതേപോലെ തന്നെ യൂണിയനും ഇവരെല്ലാം കൂടി ഇരുന്നിട്ട് ജോലി സമയമോ അല്ലെങ്കിൽ അവിടുത്തെ കിട്ടുന്ന ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചോ ഇതിലൊക്കെ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു കരാറിലെത്തുകയാണ്. അത്തരത്തിലുള്ളൊരു പ്രക്രിയ, ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ നെഗോഷിയേഷൻ പ്രോസസ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. ഈ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ ദി trade union to agree on terms of employment. It covers the issues like wages, working hours, benefits and working conditions. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ബോണസ്. എന്താണ് ബോണസ്? ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് അവരുടെ ശമ്പളത്തിന് പുറമെ നൽകുന്ന അധികമായിട്ടുള്ളൊരു
പ്രതിഫലമില്ലേ, ബോണസ് കിട്ടിയിട്ടാ, ഓണത്തിന് ബോണസ് കിട്ടിയിട്ടാ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കും ബോണസ് കിട്ടുക? ചിലപ്പോൾ അവരുടെ ഒരു മികച്ച പ്രകടനം, അവർ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ കമ്പനിക്ക് കൂടുതൽ ലാഭം പ്രോഫിറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ഒരു കാര്യം നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി ബോണസ് കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഡീഷണൽ പേയ്മെൻറ്റിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. ബോണസ് ഇസ് എൻ അഡീഷണൽ പേയ്മെൻറ്റ് ഓർ റിവാർഡ് given to an employee in addition to their regular salary. It is often a way to recognize good performance, share company profits, or reward employees for achieving specific goals. അപ്പോൾ ഇതാണ് നമ്മുടെ 2024 ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനിയുള്ളത് 5 മാർക്കും എസ്സേ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക, എന്നാൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, താങ്ക് യു.